വെൽക്കം ടു ഫ്യൂച്ചർ ബീറ്റ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, അതായത് നിങ്ങൾക്ക് തോന്നുന്നത് ചെറിയ ടോപ്പിക്കല്ല, ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. പല ചാനലും പഠിപ്പിക്കാൻ വിട്ടുപോകുന്നൊരു ടോപ്പിക്കാണ് ഈ നോഡ് ജേസും ബാക്ക് എൻഡ് പഠിപ്പിക്കുമ്പോൾ. ഈ ബാക്ക് എൻഡിന് ഒരുപാട് സ്റ്റാറ്റസ് കോഡുകളുണ്ട്. അതായത് നമ്മൾ ഓരോ റെസ്പോൺസും നമ്മൾ അയക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റാറ്റസ് കോഡുണ്ട്. എന്തൊക്കെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ അവിടെ സെർവർ ഒന്ന് റൺ ചെയ്യണം. അപ്പോൾ നോഡ് മോൺ എൻ്റെ കൊടുക്കുമ്പോൾ നമ്മൾ സെർവർ റൺ ആവുന്നതാണ് ലോക്കൽ ഹോസ്റ്റ് 3000 അകത്ത്. ഞാൻ അവിടെ ഗെറ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്തപ്പം എനിക്കിവിടെ 200 എന്നുള്ള നമ്പർ കാണിച്ചു. റിക്വസ്റ്റ് കോഡ് 200. ഓക്കെ, റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സെർവർ അത് റെസ്പോൺസ്. അതായത് നമ്മളൊരു റിക്വസ്റ്റ് കൊടുത്ത് അത് സക്സസ്ഫുള്ളി നമുക്ക് റെസ്പോൺസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കാണിക്കുന്ന ഒരു കോഡാണ് 200 സ്റ്റാറ്റസ് കോഡ്. നമ്മൾ ഫ്രണ്ട് എൻഡിലോട്ട് എത്തുന്ന പാർട്ടിൽ നമുക്ക് ഈ കോഡൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മളൊരു പ്രൊഫഷണൽ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നിങ്ങളൊരു പ്രൊജക്റ്റും കൊണ്ടായിരിക്കും ആ കമ്പനിയിൽ ഇപ്പം ഇൻ്റർവ്യൂവിന് പോകുമ്പം എന്തായാലും നിങ്ങളുടെ അടുത്ത് പ്രൊജക്റ്റോട് ചോദിക്കുക. പ്രൊജക്റ്റിൻ്റെ കോഡ് റിവ്യൂ ചെയ്യുമ്പം ഇപ്പം നിങ്ങൾ പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റാറ്റസ് കോഡ് കൊടുത്തിട്ടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാറ്റസ് കോഡ്. ഒരു പ്രൊജക്റ്റിൻ്റെ അകത്ത് ബാക്ക് എൻഡിൻ്റെ അകത്ത് സ്റ്റാറ്റസ് കോഡ്, കുക്കീസ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാനേജ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ അത് നിങ്ങൾ കെയർലെസ് ആയിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ കോഡ് റിവ്യൂ ചെയ്ത് റിജക്റ്റ് ചെയ്ത് വിടും. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റാറ്റസ് കോഡ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. അതായത് ഓരോ റിക്വസ്റ്റിനും ആ റിക്വസ്റ്റിലെ ഡാറ്റയ്ക്ക് ഉപരി ആ റിക്വസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ അറിയിക്കുന്നതിന് ഉപയോഗിക്കുന്ന കോഡാണ് സ്റ്റാറ്റസ് കോഡ്സ്. ഇപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റാറ്റസ് എന്നൂടെ കൊടുക്കാം. സ്റ്റാറ്റസ് എന്ന് കൊടുത്ത് നമുക്കിവിടെ ഓരോ സ്റ്റാറ്റസ് കോഡും കൊടുക്കാം. അപ്പം 200 ഞാൻ കൊടുത്തപ്പം ഗെറ്റിൻ്റെ അകത്ത് /യൂസർ വിളിക്കുമ്പം 200 എന്നുള്ള സ്റ്റാറ്റസ് കോഡ് അറിയിക്കുന്നത് ഇപ്പോൾ ഏത് റെസ്പോൺസും ഇപ്പം നമ്മളൊരു ഗെറ്റ് റെസ്പോൺസ്, ഗെറ്റ് റിക്വസ്റ്റ് തുടങ്ങിയ റിക്വസ്റ്റ് നമ്മൾ അയക്കും. അതൊക്കെ ഒരു പ്രശ്നവും ഇല്ലാതെ ഡാറ്റ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താണ് 200 ആണ്. അതായത് നമുക്ക് ആ ഡാറ്റ ഒരു എററും ഇല്ലാതെ കിട്ടണമെങ്കിൽ അത് 200 എന്നുള്ള സ്റ്റാറ്റസ് കോഡിൽ വരും. അതായത് നമുക്കൊരു ഡാറ്റ നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുത്തു, ആ റിക്വസ്റ്റിലേക്ക് ഒരു പ്രശ്നമില്ല, തിരിച്ച് നമുക്ക് ഗെറ്റ് റിക്വസ്റ്റ് ആയാലും ഏത് റിക്വസ്റ്റ് ആയാലും കിട്ടുന്നെന്നുണ്ടെങ്കിൽ അത് 200 വരും. ഓക്കെ, അത് കഴിഞ്ഞ് 201 എന്നുള്ള ഡാറ്റ ഉണ്ട്. ഈ 201 എന്നുള്ള ഒരു സ്റ്റാറ്റസ് കോഡുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് പോസ്റ്റ് മെത്തേഡിൻ്റെ അകത്തും ആണ് നമ്മളത് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതായത് ഒരു പുതിയ ഡാറ്റ ക്രിയേറ്റ് ചെയ്ത് നിലവിലൊരു റിക്വസ്റ്റ് കൊടുത്ത് റെസ്പോൺസ് നമുക്ക് കിട്ടണതിന് 200. അതേസമയം നമ്മളൊരു പുതിയ ഡാറ്റ ക്രിയേറ്റ് ചെയ്താൽ അവിടെ നമ്മൾ പാസ് ചെയ്യേണ്ട 200 അല്ല, 201 എന്നാണ് സ്റ്റാറ്റസ് കോഡ്. അപ്പം ഞാനിവിടെ .txt എന്താണ് നമ്മൾ 200 എന്നുള്ളത് എന്തിനുള്ളതാണ്? സക്സസ് ആയിട്ടുള്ള നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു, അത് സക്സസ്ഫുള്ളി നമുക്ക് റെസ്പോൺസ് ചെയ്യുമ്പം 200 എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് കോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേസമയം നമുക്ക് ഇനി അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന 201 എന്താണ്? ന്യൂ ഡാറ്റ ക്രിയേറ്റ്. ഒരു പുതിയ ഡാറ്റ നമ്മൾ ക്രിയേറ്റ് ചെയ്തു എന്നത് അറിയിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാറ്റസ് കോഡ് 201. അതായത് ഞാൻ പോസ്റ്റ് റിക്വസ്റ്റിൽ ഇപ്പോൾ /യൂസർ അതെല്ലാം ഉണ്ടല്ലോ. അപ്പം ഞാൻ ഇവിടെ പറയാണ് യൂസറിൻ്റെ അകത്ത് ഞാൻ പറയണം ഇപ്പം എന്താണ്, ഓക്കെ യൂസറെല്ലാം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഇവിടെ വരുന്നു. നമുക്ക് ബോഡീൻ്റെ അകത്ത് ഇമെയിൽ എന്താണ്, ഈ നൈമ് ഇമെയിൽ പാസ്വേഡ് ബോഡീൻ്റെ അകത്തുണ്ട്. ഞാൻ ഇവിടെ മെത്തേഡ് പോസ്റ്റ് ആക്കി റിക്വസ്റ്റ് കൊടുക്കുമ്പം എനിക്കിവിടെ കിട്ടുന്ന 200 എന്നാൽ 200 എന്നാണ്. ആ ഒരു റിക്വസ്റ്റ് കൊടുത്ത് സക്സസ്ഫുള്ളി റെസ്പോൺസ് ആയി എന്നൊരു ആ ഒരു കോഡാണ് നമുക്ക് കാണിക്കുന്നത്. പക്ഷെ നമുക്കിവിടെ വേണ്ട എന്തിനാണ്? ഒരു പുതിയ യൂസറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ 201 ആണ് അവിടെ കോഡ് വരാനുള്ളത്. അതായത് 201, അതായത് സ്റ്റാറ്റസ് 201 എന്ന് കൊടുത്തതിനർത്ഥം പുതിയൊരു ഡാറ്റ ക്രിയേറ്റ് ചെയ്തു എന്നതാണ് ഈ ഒരു കോഡ് റെപ്രസെൻ്റ്. അതായത് ഇപ്പം നിങ്ങളിപ്പോൾ റിക്വസ്റ്റ് കൊടുക്കുമ്പം 201, അതായത് എ ന്യൂ റിസോഴ്സ് വാസ് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ്. അതായത് ഒരു പുതിയ ഡാറ്റ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തു എന്നതാണ് ഈ 201 എന്ന് പറയുന്ന റിക്വസ്റ്റ്. അപ്പോൾ നിങ്ങളൊരു ബ്ലോഗ് എടുക്കുന്നതിന് നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ 200 ആണ് നിങ്ങളെ സ്റ്റാറ്റസ് കോഡ് വരാനുള്ള. ആ പുതിയൊരു ബ്ലോഗ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് എന്താണ് നിങ്ങൾക്ക് വരാനുള്ള? 201 എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് വരാനുള്ള. ഇനി നമുക്ക് അടുത്ത ഒരെണ്ണം 204. ഒരു കുറച്ച് 14-15 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന മെത്തേഡ്സ്. അതിപ്പം അതെല്ലാം നമ്മൾ പഠിക്കും. ഇനി നമ്മൾ പ്രൊജക്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കത് ഉപയോഗമുള്ളൂ. അപ്പം ഞാൻ അത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ടും അല്ല എന്തുകൊണ്ട് ഞാനത് ഉപയോഗിച്ചു എന്നുള്ള. പല വീഡിയോകളിലും ഇത് ചില ചാനലത് എക്സ്പ്ലെയിൻ ചെയ്യാതെ പോകും. ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ പ്രൊജക്റ്റ് എല്ലാവരും എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അതായത് സ്റ്റാറ്റസ് കോഡ് ഒന്നും കാണത്തില്ല, എല്ലായിടത്തും 200 മാത്രം സ്റ്റാറ്റസ് കോഡ് എപ്പോഴും എല്ലാവരും 200 ആയിരിക്കും. അത് കാണുമ്പോൾ തന്നെ കമ്പനീസ് അവർക്ക് റിജക്ഷൻ മെയിൽ അയക്കുന്നതായിരിക്കും. ഇതിൻ്റെ അകത്തിപ്പം
നോ റെസ്പോൺസ് ആയിട്ടുള്ള റെസ്പോൺസ് ഡാറ്റ, ഒരു റെസ്പോൺസ് ഒന്നും പാസ് ചെയ്യത്തില്ല. അങ്ങനത്തെ റിക്വസ്റ്റ് ഉണ്ട്. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ആപ്പ് ഡോട്ട് ഗെറ്റിൻ്റെ അകത്ത് ഞാൻ ഇവിടെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യണം. പോസ്റ്റ് ലൈക്ക് /ലൈക്ക് ഒരു പോസ്റ്റ്/ലൈക്ക് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിൽ നിങ്ങൾ ലൈക്ക് അടിക്കുമ്പം നമുക്ക് തിരിച്ചൊരു ഡാറ്റയും പാസ് ചെയ്യൂല. ഞാൻ പറഞ്ഞു റിക്വസ്റ്റ് ഡോട്ട് റെസ്പോൺസ് ഞാൻ ഇവിടെ കൊടുത്തു. എന്നിട്ട് റെസ്പോൺസ് ഡോട്ട് ഞാനത് എക്സ്പ്ലെയിൻ ഞാൻ തിയറി പോലെ പറയാതിരിക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ബെറ്റർ ആയിട്ട് മനസ്സിലാവും. തിയറി പോലെ ഓരോ കാര്യം പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അല്ല, നിങ്ങൾക്ക് തിയറി പോലെയാണ് വേണ്ടതെന്നുള്ളെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. എനിക്ക് തിയറി പോലെ നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. അല്ലാതെ കോഡിൽ ചെയ്ത് കാണിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അടുത്തടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് വേറെ ഇതുപോലത്തെ ടോപ്പിക്കുകൾ ഞാൻ അതുപോലെ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണ് 204 JSON വേറെ ഒരു ഡാറ്റയും നമ്മൾ പാസ് ചെയ്തത്. ഇപ്പം നിങ്ങൾ ഒരു പോസ്റ്റിലോട്ട് ലൈക്ക് അടിച്ചപ്പോൾ എന്താണ് post/like എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് നിങ്ങൾ അയക്കും. ഇപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റിൽ ലൈക്ക് അടിക്കുമ്പോൾ തിരിച്ച് നമുക്കൊരു മെസ്സേജും കാണിക്കൂല. അവിടെ റിക്വസ്റ്റ് പോയി സക്സസ്ഫുള്ളി തിരിച്ചു വന്നു എന്ന് നമ്മൾ അറിയിക്കുന്നതിന് 204 എന്ന് പറഞ്ഞ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ 3000 പോർട്ടിൻ്റെ അകത്ത് post/like ഗെറ്റ് മെത്തേഡിൽ ഞാൻ സെൻഡ് കൊടുക്കുമ്പം ഓക്കെ 204 ദർ ഈസ് നോ കണ്ടന്റ് സെൻഡ് ഫോർ ദിസ് റിക്വസ്റ്റ് എക്സ്പെക്ട് ഫോർ ഹെഡേഴ്സ്. അതായത് നമ്മൾ ഈ ഒരു റിക്വസ്റ്റ് അയക്കുമ്പം, അതായത് 204 കൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മൾ റിക്വസ്റ്റ് പോയി അത് കൃത്യമായിട്ട് റണ്ണായി തിരിച്ചു വന്ന്, പക്ഷെ നമുക്ക് ഒരു റെസ്പോൺസ് ഒന്നും നമ്മൾ പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ലൈക്ക് ചെയ്യുന്നതിലൊക്കെയാണ് മോസ്റ്റ് ഓഫ് ദ ലൈക്ക് നമ്മളിപ്പം ആഡ് ടു ഫേവറേറ്റിലൊക്കെ ആഡ് ചെയ്യുമ്പം നമുക്ക് തിരിച്ചെന്താണ് സക്സസ്ഫുള്ളി ആഡ് ടു ഫേവറേറ്റ് എന്നൊന്നും കാണിക്കൂല. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്, അത് ക്ലിക്കായി സാധനം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ച് വർക്ക് ചെയ്തെന്ന് അറിയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് 204 മെത്തേഡ്. അപ്പം എന്താണ്, ഇപ്പം റെസ്പോൺസ് കൊടുക്കാത്ത കേസിന് നമ്മൾ എന്ത് ഉപയോഗിക്കണം, ഈ ലൈക്ക് ചെയ്യുമ്പം ഇപ്പം എന്താണ് നമ്മൾ ആഡ് ടു ഫേവറേറ്റിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ റെസ്പോൺസ് വേണ്ടാത്ത കൊടുക്കാത്തതിനെല്ലാം 204 എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് കോഡിലായിരിക്കണം ആ റിക്വസ്റ്റിൻ്റെ റെസ്പോൺസ് പാസ് ചെയ്യണം. അപ്പോൾ 200 കൊടുക്കുന്ന ഒരു ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തു, ഡാറ്റ നമ്മൾ പാസ് ചെയ്തു, സക്സസ്ഫുള്ളി യൂസറിന് കിട്ടിയെന്നുണ്ടെങ്കിൽ 200 ഒരു പുതിയ യൂസറിനെ ക്രിയേറ്റ് ചെയ്തു, ഒരു ഡാറ്റാബേസിൽ ക്രിയേറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ അത് 201 റിക്വസ്റ്റാണ്, സ്റ്റാറ്റസ് കോഡാണ് വരാനുള്ള. ഒരു റിക്വസ്റ്റ് നമ്മൾ യൂസർ പാസ് ചെയ്തു, ആ റിക്വസ്റ്റ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ തിരിച്ചിട്ട് ഒരു മെസ്സേജ് ഒന്നും പാസ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ 204 എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് കോഡിലായിരിക്കണം ആ റെസ്പോൺസ് ചെല്ലാനുള്ള. നമുക്കിനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ലൈക്ക് 302 എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. അത് നമ്മളങ്ങനെ എപ്പോഴും ഉപയോഗിക്കുന്നതല്ല, ബട്ട് അത് നിങ്ങൾക്കൊന്ന് പഠിപ്പിച്ചേക്കാം. ലൈക്ക് ഒരു കേസിന് ഇപ്പോൾ യൂസർ /ഹോമിലോട്ട് ഹോം എന്ന് പറയുന്ന ആ ഒരു പേജിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റിക്വസ്റ്റ് അയച്ച്. ഇപ്പോൾ /ഹോം എന്ന് പറയുന്ന ഒരു URL-ലോട്ട് റിക്വസ്റ്റ് അയച്ച്. അപ്പോൾ എന്താണ് യൂസർ ഇപ്പം നമുക്ക് ബോഡി ഉപയോഗിക്കാൻ, ബോഡിയിൽ നമ്മൾ ഡാറ്റ ഇപ്പോൾ ബോഡി വഴി പാസ് ചെയ്യാനല്ലേ പഠിച്ചു. അപ്പോൾ /ഹോം വരുമ്പം ഞാൻ ഇവിടെ എഴുതിയാണ് ഇഫ് കണ്ടീഷൻ്റെ അകത്ത് അല്ലെങ്കിൽ ലെറ്റിൻ്റെ അകത്ത് യൂസർ ഡാറ്റ = എന്താണ് റിക്വസ്റ്റ് ഡോട്ട് ബോഡി. നമ്മൾ ബോഡീൻ്റെ അതിലെ ഡാറ്റ വരുന്ന ഞാൻ ഇഫ് കണ്ടീഷൻ്റെ അകത്ത് പറയാണ് യൂസർ ഡാറ്റ ഡോട്ട് ലൈക്ക് എന്തെങ്കിലും ഇപ്പോൾ സ്റ്റാറ്റസ് എന്തെങ്കിലും എക്സാമ്പിൾ കൊടുക്കുന്നത്, സ്റ്റാറ്റസ് എന്താണ് ട്രൂ അല്ല, അതായത് യൂസർ ഡാറ്റേൻ്റെ അകത്തുള്ള സ്റ്റാറ്റസ് എന്ന് പറയുന്ന കീയിലുള്ള വാല്യൂ ഇല്ല, അല്ലെങ്കിൽ അങ്ങോട്ട് സ്റ്റാറ്റസ് എന്നൊരു വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, റിട്ടേൺ റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് കോഡ് 302 നമ്മൾ പാസ് ചെയ്യണം. അതായത് ഇപ്പം യൂസർ ലോഗിൻ ചെയ്യാതെ ഇപ്പം എന്താണ് ഒരു പേജിലോട്ട് എൻ്റർ ചെയ്യുകയാണ്. ഇപ്പം നമ്മളിവിടെ എന്താണ് യൂസർ ഡാറ്റ ഡോട്ട് സ്റ്റാറ്റസ് എന്ന് ഉദ്ദേശിച്ചാൽ ആ ഒരു സ്റ്റാറ്റസ് ട്രൂ പാസ് ചെയ്യണം. അപ്പം എന്താണ് ഈ ഹോമിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ട്രൂ ആയിരിക്കണം. ഇല്ലാത്ത കേസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, JSON-ൻ്റെ അകത്ത് റീഡയറക്റ്റ് ലോഗിൻ എന്ന് കൊടുത്തു. അതായത് ഇപ്പോൾ /ഹോം ബോഡി പോസ്റ്റ് മെത്തേഡാണ്.
ആപ്പ് ഡോട്ട് പോസ്റ്റ് മെത്തേഡിൻ്റെ അകത്ത് ഇപ്പം എന്താണ് നമ്മുടെ യൂസർ ഇപ്പം ഒരു റിക്വസ്റ്റ് അയക്കുകയാണ് ബോഡിയിലോട്ട് നമ്മൾ /ഹോമിലോട്ട്. അപ്പോൾ സ്റ്റാറ്റസിൻ്റെ അകത്തുള്ള വാല്യൂ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ മെസ്സേജ് പാസ് ചെയ്യും, യൂസറിനെ ലോഗിനിലോട്ട് റീഡയറക്റ്റ് ചെയ്യണം. അല്ല ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ റെസ്പോൺസ് പാസ് ചെയ്യും. മെസ്സേജ് ഓക്കെ ഹോം പേജ് ലോഡഡ്. ഇപ്പം ഞാൻ ഇവിടെ വരുന്നു, ഇവിടെ /ഹോം ആക്കുന്നു. പോസ്റ്റ് മെത്തേഡ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതൊക്കെ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഞാൻ അവിടെ കൊടുക്കണം. സ്റ്റാറ്റസ് ഞാൻ ഇവിടെ ട്രൂ കൊടുക്കുകയാണ്. സെൻഡ് ചെയ്തു. ഓക്കെ, ഹോം പേജ് ലോഡായി. ഞാൻ ഇവിടെ സ്റ്റാറ്റസ് പാസ് ചെയ്തില്ല. ഓക്കെ, 304 എന്താണ് ആ ഒരു പേജ് അവിടെ ഇല്ലാത്തതുകൊണ്ട് എന്താണ് നേരെ റീഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞത്. ആ ഒരു യൂസർ എന്താണ് ലോഗിൻ ചെയ്യാതെ ആ ഒരു യൂസർ എന്ത് ചെയ്തു, ആ യൂസർ ലോഗിൻ ചെയ്യാതെ റിക്വസ്റ്റ് അയച്ചപ്പോൾ എന്ത് പറ്റി, ഈ സ്റ്റാറ്റസ് ട്രൂ ഒക്കെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകുന്ന വീഡിയോയിൽ മനസ്സിലാവും. അത് സ്റ്റാറ്റസ് ട്രൂ അല്ല, ഇവിടെ ടോക്കൺസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ എക്സാമ്പിൾ കേസ് ഇപ്പോൾ നമ്മൾ ഓരോ യൂസറിന് ഒരു യുണീക്ക് ID കാണുമല്ലോ ഫ്രണ്ട് എൻഡിൽ. ഇപ്പം നമ്മൾ സെർവർ യൂസറിൻ്റെ ക്ലൈൻറ്റ് സൈഡിൽ അപ്പോൾ ID വെച്ചാണല്ലോ പാസ് ചെയ്യുന്നത്. അപ്പോൾ ആ ID പാസ് ചെയ്ത് അപ്പോൾ ആ IDയിൽ യൂസർ ലോഗിൻ എല്ലാം തെളിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും, നേരെ പാസ് ചെയ്യും. നിങ്ങളെ യൂസർ ലോഗിൻ അല്ല എന്ന് പറഞ്ഞ് 302 എന്നുള്ള മെത്തേഡിൽ വരും. അല്ല യൂസർ ലോഗിൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നേരെ യൂസറിനെ ഹോം പേജിലോട്ട് കടത്തിവിടും. അപ്പോൾ ഇതാണ് 302 എന്നുള്ള മെത്തേഡ് കൊണ്ട് ഉപയോഗിക്കുന്നത്. അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ 400 എന്നുള്ളൊരു മെത്തേഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് എപ്പോഴും 302 ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്, പക്ഷേ എപ്പോഴും ഉപയോഗിക്കുന്നില്ല. പക്ഷേ 400 എന്ന ഈ മെത്തേഡ് നമ്മൾ ഒരു പ്രൊജക്റ്റിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഞാൻ ഹോം അങ്ങ് ഒഴിവാക്കിയാണ്, പോസ്റ്റ് മെത്തേഡിലോട്ട് ഞാൻ വന്ന് ഇവിടെ ഞാൻ എന്ത് നോക്കിയാണ്, ഇപ്പം യൂസർ ചിലപ്പം ഡാറ്റ ഇല്ലാതൊരു റിക്വസ്റ്റ് അയച്ച്, ഇപ്പം യൂസർ ഒരു ബാഡായ റിക്വസ്റ്റ് അയച്ച്, ഇപ്പം നമുക്കിവിടെ ഡാറ്റ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, യൂസറിൻ്റെ നെയിമും ഇമെയിലും വേണം. ഞാൻ പാസ്വേഡ് ഇപ്പം നോക്കുന്നില്ല. അപ്പം യൂസറിൻ്റെ നെയിമും ഇമെയിലും വേണം. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഒരു കണ്ടീഷൻ പറയാണ്, ഇഫ് നോട്ട് യൂസർ ഡാറ്റ ഡോട്ട് നെയിം ആൻഡ് നമ്മൾ ഈ 2 സിമ്പിളിട്ട് ഈ 2 ഡാറ്റ എന്താണ് ട്രൂ ആവേണമെന്നുണ്ടെങ്കിൽ എറർ അടിക്കും. അപ്പം യൂസർ ഡാറ്റ നോട്ട് എന്താണ് പാസ് ഇമെയിൽ കൊടുക്കുക. ഇപ്പം യൂസർ നെയിമും ഇമെയിലും എന്താണ് ഇല്ലാത്തൊരു കേസ് വരികയാണെങ്കിൽ റിട്ടേൺ റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് 400. അതായത് ഞാൻ പറയും, ഇത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പം നിങ്ങൾ എന്ത് പ്ലാറ്റ്ഫോമിൻ്റെ അകത്തൊരു API റിക്വസ്റ്റ് ബാക്ക് എൻഡിലോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഈ കേസ് നമ്മൾ ചെക്ക് ചെയ്തിരിക്കും. അതായത് യൂസർ ആ ഡാറ്റ പാസ് ചെയ്യുന്നുണ്ടോ. ഇപ്പോൾ യൂസർ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ റിക്വസ്റ്റ് അയച്ചു, അപ്പോൾ യൂസർ എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് ഈ ഡാറ്റ പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ഡാറ്റ പാസ് ചെയ്തില്ല നമുക്ക് 200 റിക്വസ്റ്റ് റെസ്പോൺസ് കൊടുക്കാൻ പറ്റും, നിങ്ങളുടെ ഡാറ്റ എല്ലാം സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയി എന്നുള്ള പേരിൽ. ആ സമയത്ത് ഒരു ബാഡായിട്ട് ഡാറ്റ നമുക്കൊരു കൃത്യമായ ഡാറ്റ തരാതെ ഒരു ബാഡായ റിക്വസ്റ്റ് യൂസർ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 400 എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് കോഡിലാണ് നമ്മൾ റെസ്പോൺസ് കൊടുക്കുന്നത്. 400 എന്ന് പറഞ്ഞത് ബാഡ് റിക്വസ്റ്റ്. അവിടെ ഓക്കെ എന്താണ് ബാഡ് റിക്വസ്റ്റ് ആണ് 400 നമുക്ക് കാണിക്കുന്നത്. ഞാൻ എന്നിട്ട് എന്ത് ചെയ്യും, .json മെസ്സേജ് യൂസർ നെയിം ആൻഡ് ഇമെയിൽ നോട്ട് പാസ്ഡ് എന്നുള്ള മെസ്സേജ് കാണിക്കും. അപ്പം ഞാൻ ഇവിടെ വരുന്നു, പോസ്റ്റ് മെത്തേഡിൻ്റെ അകത്ത് ഞാൻ യൂസറിനെ സെലക്ട് ചെയ്യുന്നു, സെൻഡ് അയക്കുന്നു, ഡാറ്റ ഇല്ല. അപ്പോൾ യൂസർ നെയിം ആൻഡ് ഇമെയിൽ നോട്ട് പാസ്ഡ് 400 ബാഡ് റിക്വസ്റ്റ്. ഓക്കെ, ഞാൻ ഇവിടെ യൂസർ നെയിം ഇമെയിൽ പാസ്വേഡും വെച്ച് ഞാൻ റിക്വസ്റ്റ് അയക്കുമ്പം 201 ഒരു പുതിയ ഡാറ്റ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ സ്റ്റാറ്റസ് കോഡിൻ്റെ ഉപയോഗം. അപ്പോൾ 400 ഒക്കെ നിങ്ങൾക്ക് ആ ലോജിക്ക് മനസ്സിലാക്കി വെച്ചേക്കണം. അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് 401. അതായത് ഇപ്പം നമ്മൾ നമ്മൾ ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞാൽ പഠിച്ചല്ലോ 304. അത് 304 അല്ല, എന്താണ് 302 എന്നൊരു റിക്വസ്റ്റ്. അതായത് നമ്മളിപ്പം ഒരു യൂസർ ഇപ്പം ലോഗിൻ അല്ലാതെ റിക്വസ്റ്റ് അയക്കണേ, അതേപോലത്തെ കേസിന് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്
ടോക്കൺ ഈ യൂസേഴ്സിനെല്ലാം നമ്മൾ ടോക്കൺ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ആ ഇപ്പം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഡൗട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അത് അത്രയും അത് ആക്കണ്ട. നമുക്ക് പ്രൊജക്റ്റിലോട്ട് പോകുമ്പോൾ ഞാൻ ആ കേസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ എന്താണ് യൂസർ ഇപ്പം എന്താണ് ലൈക്ക് ഈ ഗെറ്റ് റിക്വസ്റ്റിലോട്ട് ഡാറ്റ ഒന്നും പാസ് ചെയ്യുന്നില്ലല്ലോ. അപ്പം നമുക്കിവിടെ പോസ്റ്റിൽ തന്നെ വരാം. അപ്പോൾ പോസ്റ്റ് റിക്വസ്റ്റിൽ ഇപ്പോൾ യൂസർ എന്താണ് നെയിമും ഇമെയിലൊക്കെ പാസ് ചെയ്ത് നമുക്ക് അതറിയാം. അപ്പം നമുക്ക് ഇനി ഇവിടെ ഒരു കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്യാനുണ്ട്. ഈ യൂസർ ലോഗിൻ ആണോ? ഇപ്പോൾ യൂസർ ലോഗിൻ ആണെങ്കിൽ ഈ /യൂസർ ഇപ്പോൾ ലോഗിൻ ചെയ്യാനുള്ള റൗട്ടാണ് നിങ്ങൾ കൂട്ടരുത്. അപ്പം ഞാൻ പറയുന്നത് യൂസറിൻ്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ലോഗിൻ ട്രൂ ആയിരിക്കണം. ഞാൻ അത് പറയാം. ലോഗിൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ, യൂസർ ലോഗിൻ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ റിക്വസ്റ്റിനുള്ള അനുവാദം കൊടുക്കാവൂ. അപ്പം ഞാൻ പറയാണ്, ഇഫ് നോട്ട് യൂസർ ഡാറ്റ ഡോട്ട് ലോഗിൻ എന്ന് പറഞ്ഞു. അപ്പോൾ യൂസർ ലോഗിൻ അല്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് 401. നമ്മൾ ഇത് എപ്പോഴും ഉപയോഗിക്കുന്നത്, അപ്പോൾ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുന്നതാണ് ഓരോ പ്രശ്നം. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കയറുന്നത്, അപ്പം നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറിക്കഴിഞ്ഞ് പിന്നെ നിങ്ങൾ എപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നാലും നമ്മൾ ചെക്ക് ചെയ്യും നിങ്ങൾ ലോഗിൻ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോ പേജിൽ കയറുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യും നിങ്ങൾ എന്താണ് ആ പേജിൽ ലോഗിൻ ആണോ എന്നുള്ളത്. അപ്പം നമ്മൾ എന്താണ് ഇതിന് എപ്പോഴും ഉപയോഗിക്കുന്നത് 401 എന്നുള്ള മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യൂസർ ഒരു പേജിലോട്ടോ ഒരു റിക്വസ്റ്റ് അയക്കുമ്പോൾ ആ യൂസർ ലോഗിൻ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അയക്കുന്നത് 401 എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റാറ്റസ് കോഡിലാണ് നമ്മൾ റിക്വസ്റ്റ് അയക്കുന്നത്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ജേസൺ മെസ്സേജ് യൂസർ നോട്ട് ലോഗിൻ എന്ന മെസ്സേജാണ്. നമുക്ക് /യൂസറിലോട്ട് പോവാം. ഞാനിപ്പോൾ മെസ്സേജ് സെൻഡ് അയച്ചു 401. ഓക്കെ, അൺഓതറൈസ്ഡ്, അതായത് യൂസർ ലോഗിൻ അല്ല. അപ്പോൾ യൂസർ നോട്ട് ലോഗിൻ. അപ്പം ഞാൻ ലോഗിൻ ട്രൂ കൊടുത്ത് ഞാൻ മെസ്സേജ് അയച്ചു. ഓക്കെ, ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. ഞാനപ്പോൾ ഇമെയിലും കൊടുത്തില്ല. അപ്പോൾ കാണിക്കും ബാഡ് റിക്വസ്റ്റ് ആണ്, ഡാറ്റ പാസ് ചെയ്തില്ല. അപ്പോൾ ഓരോ പ്രോബ്ലത്തിന് നമ്മൾ ബാക്ക് എൻഡിൽ വരുന്ന ഓരോ എററിനും ഓരോ കാര്യങ്ങൾക്കും അതിന് കൃത്യമായ സ്റ്റാറ്റസ് കോഡ് ഉണ്ട്. ഒരു യൂസർ ലോഗിൻ അല്ലെന്നുണ്ടെങ്കിൽ 401ലേക്കും ആ യൂസർ ലോഗിൻ ആയിട്ടൊരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യാൻ ഡാറ്റ പാസ് ചെയ്ത്, അപ്പം വേണ്ട ഡാറ്റകൾ തന്നില്ല എന്നുണ്ടെങ്കിൽ അത് ബാഡ് റിക്വസ്റ്റ് ആണ്, അത് 400ലോട്ട് പാസ് ചെയ്യും. യൂസറിൻ്റെ ഒരു പുതിയ ഡാറ്റ ക്രിയേറ്റ് ആയാൽ 201ൻ്റെ അകത്ത് നമ്മൾ ആ റിക്വസ്റ്റ് എടുക്കുന്നതാണ്. ഇനി അടുത്ത ഒരു കേസുണ്ട് 403 എന്ന് പറയുന്ന. ഇപ്പോൾ ഇത് നമ്മൾ എന്തിനാണ് ചെക്ക് ചെയ്യുന്ന 401 നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഒതൻറ്റിക്കേഷൻ ലോഗിൻ സൈനപ്പ് ചെയ്തവർക്ക് മാത്രം കയറാൻ പറ്റുന്ന റൗട്ടിലോട്ട് അത് ചെയ്യാതെ കയറുന്നവർക്ക് അതിൻ്റെ എറർ മെസ്സേജ് അയക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റാറ്റസ് കോഡാണ് 401. ഇനി അടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് 403 എന്ന് പറയുന്നതാണ്. അതിന് നമ്മൾ എന്തിനാണ് ആക്സസ് ഡിനൈഡ്. അതായത് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പം നമുക്ക് ഒരു ഇ-കൊമേഴ്സ് എടുക്കാം. 2 സെക്ഷനുണ്ട്. ഒരു ഇ-കൊമേഴ്സിന് 2 സെക്ഷനുണ്ട്. ഒന്ന് അഡ്മിൻ പാനലും ഒന്ന് യൂസർ പാനലും. ഇപ്പം ഫ്ലിപ്കാർട്ട് എടുത്തത് നിങ്ങൾ കാണുന്ന യൂസറിൻ്റെ ഒരു പാനലാണ്, യൂസേഴ്സിനെല്ലാം ആക്സസ് ഉള്ളത്. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതിനും ഡിലീറ്റ് ചെയ്യുന്നതിനും ഓർഡർ നോക്കുന്ന അഡ്മിൻ പാനലുണ്ട്. അപ്പം നമ്മൾ കയറിയേക്കുന്ന പേജിൽ നമുക്ക് ആക്സസ് തന്നിട്ടുള്ള റോളിലല്ലാത്തൊരു പേജിലോട്ട് നിങ്ങൾ റിക്വസ്റ്റ് അയച്ചാൽ അവിടെ പാസ് ചെയ്യും. ഈ റോളിലോട്ട് നിങ്ങൾക്ക് ആക്സസ് ഇല്ല. ഞാൻ പറഞ്ഞു കാണിച്ചു തരാം. നമ്മൾ ഈ യൂസർ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവില്ല ലോജിക്ക്. അപ്പോൾ ഇപ്പം എന്ത് പറയാണ്, ഞാൻ ഇവിടെ പറയണ വേറൊരു ഡാറ്റ പറയണേ, എന്താണ് യൂസർ ഡാറ്റ ഡോട്ട് റോൾ എന്താണ് അസൈൻ. ഞാൻ പറയണ അഡ്മിൻ നോട്ട് അഡ്മിൻ. അപ്പോൾ യൂസർ ഡാറ്റയിൽ റോള് നോട്ട് അഡ്മിൻ അല്ലാത്തൊരു റോളിൽ നിന്നാണ് ഒരാൾ റിക്വസ്റ്റ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ പറയണം റിട്ടേൺ റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ്
403, അതായത് 403 എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് കോഡിൽ അവർക്ക് എന്ത് മെസ്സേജ് അയക്കണം? എസിൻ്റെ അകത്ത് മെസ്സേജ് അയക്കാനുള്ള മെസ്സേജ് അഡ്മിൻ ആക്സസ് ഓൺലി, അല്ലെങ്കിൽ ഓർ എന്താണ് ആക്സസ് ഡിനൈഡ് എന്ന മെസ്സേജ്. അതായത് ഇവിടെ ഈ ഒരു റൗട്ടിൽ /യൂസർ എന്ന് പറയുന്ന ആ ഒരു റൗട്ടിൽ എന്താണ് അഡ്മിന് മാത്രമേ ആക്സസ് ഉള്ളു. ഇപ്പം പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ യൂസർക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അത് എന്താണ് ആ സൈറ്റ് അപ്പോഴേ പ്രശ്നമാവില്ല. ഇത് യൂസർ കയറി എന്താണ് ഇഷ്ടപ്പെട്ട പ്രൈസിലോട്ട് സാധനം പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്തിട്ട് അവർ കയറി വാങ്ങിച്ചൂടെ. അപ്പം ചില സെക്ഷൻ ചില സ്പെസിഫിക് ആളുകൾക്ക് മാത്രമാണ് ആക്സസ് ഉള്ളത്, ചില സ്പെസിഫിക് റോളുകൾക്ക്. അപ്പം അവിടെ ആ റോളിൽ ആക്സസ് ഇല്ലാത്ത ഒരാൾ ഇപ്പോൾ റിക്വസ്റ്റ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ വ്യക്തിക്ക് എറർ മെസ്സേജ് പോകണം, നിങ്ങൾക്ക് ഇവിടെ ആക്സസ് ഇല്ല, ഇത് അഡ്മിൻ ആക്സസ് ഉള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആക്സസ് ഡിനൈഡ്. അപ്പം അങ്ങനത്തെ കേസ് ആക്സസ് ഇല്ലാത്തൊരു സ്ഥലത്ത് ഇപ്പോൾ യൂസർ ലോഗിൻ തന്നെ, പക്ഷേ ആ ലോഗിൻ ചെയ്ത യൂസർക്ക് ഈ അഡ്മിൻ്റെ സെക്ഷൻ്റെ അകത്ത് വരാൻ ആക്സസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പാസ് ചെയ്യേണ്ട 403 എന്ന് പറഞ്ഞ മെസ്സേജിൽ ആ ഒരു ഇതിലാണ്. പിന്നെ ഇതെല്ലാം ഓണാക്കിയിട്ട് ഞാൻ ഈ റോൾ ഇവിടെ യൂസർ എന്ന് കൊടുത്തിട്ട് ഞാൻ മെസ്സേജ് അയക്കുകയാണ്. ഓക്കെ, എന്താണ് 403 എന്താണ് എറർ മെസ്സേജ് വന്ന്, അതിനർത്ഥം എന്താണ്? ആക്സസ് അഡ്മിൻ ആക്സസ് ഓൺലി ഓർ അല്ലെങ്കിൽ ആക്സസ് ഡിനൈഡ്. അതായത് ഇവിടെ അഡ്മിന് മാത്രമേ ആക്സസ് ഉള്ളൂ, നിങ്ങൾ ലോഗിൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിലോട്ട് ആക്സസ് ഇല്ല. അപ്പം ഞാൻ ഇവിടെ അഡ്മിൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ 201 വന്നു, യൂസറിൻ്റെ ക്രിയേറ്റ് ചെയ്തു സക്സസ്ഫുള്ളി. അതൊരു പ്രൊഡക്റ്റ് ക്രിയേഷനായിട്ട് നിങ്ങൾക്ക് കൂട്ടാം. അപ്പോൾ ആ കേസിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? 403 എന്ന് പറയുന്ന ആ ഒരു മെത്തേഡാണ്. ഇനി 404 എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. അതായത് ഇൻവാലിഡ് ആയിട്ടുള്ള റൗട്ടിലോട്ട് മെസ്സേജ് അയക്കും. ഇപ്പം ഞാൻ ഇവിടെ പറയാം, അത് നമുക്ക് ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. ആപ്പ് ഡോട്ട് ഞാൻ ഒരു 2 മെത്തേഡ് ചെയ്യും. ഞാൻ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. ആ മെത്തേഡ് അങ്ങനെ ഉപയോഗിക്കുന്നതല്ല, പക്ഷെ അത് ഇത്തിരി എളുപ്പമുള്ള മെത്തേഡാണ്. ആപ്പ് ഡോട്ട് യൂസ്, അതിൻ്റെ അകത്ത് റിക്വസ്റ്റ് റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് 404. ഇത് ഈ 404 നിങ്ങൾ പലയിടത്തും കണ്ടു. നമ്മൾ ഇല്ലാത്തൊരു പേജിലോട്ട്, ഒരു വെബിൻ്റെ അകത്ത് ഇല്ലാത്തൊരു പേജിലോട്ട് നമ്മൾ എന്ത് ചെയ്താൽ റിക്വസ്റ്റ് അയച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു എറർ മെസ്സേജ് കാണിക്കും, റൂട്ട് നോട്ട് ഫൗണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇത് വർക്കിംഗ് ആവുന്നുണ്ടോയെന്നുണ്ട്. ഇനി ഇവിടെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഇപ്പം അമീൻ എന്നുള്ള റൗട്ടിലോട്ട് മെസ്സേജ് അയച്ചു. ഓക്കെ, റൂട്ട് നോട്ട് ഫൗണ്ട്. നമുക്ക് ആ ഒരു മെസ്സേജ് വന്നു. അതായത് ഇതിപ്പോൾ ഈ ഒരു സ്റ്റാറ്റസ് കോഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പം എന്താണ്? ആപ്പ് ഡോട്ട് യൂസ്, ആപ്പ് ഡോട്ട് എന്താണ് ഗെറ്റോ ഒന്നുമല്ല, ആപ്പ് ഡോട്ട് യൂസിൻ്റെ അകത്ത് റെസ്പോൺസ് സ്റ്റാറ്റസ് 404 എന്താണ് ഉദ്ദേശിച്ചത്? ഇത് നമ്മൾ എന്താണ് ഈ ആപ്പ് ഡോട്ട് യൂസ് ഉപയോഗിക്കുന്നത് എന്താണ്? ഈ സെർവർ റൺ ആകുമ്പോൾ കൂടെ ഒരു ഫംഗ്ഷൻ റൺ ആവും. അപ്പം നമ്മൾ ഇതിലില്ലാത്തൊരു മെത്തേഡിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എഴുതിയിട്ടുള്ളൊരു മെത്തേഡുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് മെത്തേഡ് /യൂസർ ഇതാണ് ഗെറ്റ് പോസ്റ്റ് മെത്തേഡൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഇല്ലാത്തൊരു മെത്തേഡിലോട്ട് യൂസർ റിക്വസ്റ്റ് അയക്കണം, ഇല്ലാത്തൊരു റൗട്ടിലോട്ട് യൂസർ റിക്വസ്റ്റ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 404 ആണ് മെസ്സേജ് ആണ്. അതായത് ആ ഒരു പാത്ത് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു റൂട്ട് പോലും നമ്മൾ ഈ സെർവറിൽ ഇല്ല എന്നുള്ളതിന് അയക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റാറ്റസ് കോഡാണ് 404. ഇത് നമ്മൾ ഫ്രണ്ട് എൻഡിലും ഉപയോഗിക്കാറുള്ളതാണ്. ഇനി ഫൈനലി ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരിതാണ്, 2 ഉണ്ട്. അതിലൊന്ന് ഞാൻ പറഞ്ഞുതരാം. 500 എന്ന് പറഞ്ഞാൽ അതും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്. നമ്മളിതിൻ്റെ അകത്ത് 200, 201, അതുപോലെ തന്നെ 204, 400, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന 401ഉം 403യും അതുപോലെ തന്നെ 500. ഇത് ഇൻറ്റേർണൽ സെർവർ എറർ എന്ന് പറയും. അതായത് നമ്മളെ സെർവർ ക്രാഷായി, ഇൻറ്റേർണൽ സെർവർ എറർ എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു എക്സാമ്പിൾ കേസ് ഞാൻ ഉണ്ടാക്കിത്തരാം. ഇപ്പം യൂസർ നമുക്കിവിടെ എന്താണ് ഒരു എക്സാമ്പിൾ കേസിന് ഞാൻ ഇവിടെ വരുന്നു. നമുക്ക് ട്രൈ ക്യാച്ച് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിൻ്റെ അകത്തോട്ട് ഞാൻ ഇതിനെടുത്തിട്ടാണ് ട്രൈൻ്റെ അകത്ത് നമ്മൾ ഇടുന്ന വർക്കിംഗ് ആയിട്ടുള്ള കോഡ്. അപ്പോൾ ട്രൈൻ്റെ അകത്ത് ഞെട്ടിട്ട് ഞാൻ ഇവിടെ ലെറ്റ് നമ്പേഴ്സ് എന്നിട്ട് റിക്വസ്റ്റ് ഡോട്ട്, ഇതില്ലാത്തൊരു കാര്യമാണ് കേട്ടോ, ഇല്ലാത്തൊരു കാര്യം.
റിക്വസ്റ്റോട് ബോഡീൻ്റെ അകത്തുനിന്ന് ഒരു നമ്പറിനെ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്താണ് ലോഗിൻ്റെ അകത്ത് നമ്പർ ഡോട്ട് 1 പ്ലസ് നമ്പർ ഡോട്ട് 2 എന്ന് ഞാൻ കൊടുക്കുന്നു. നമ്മൾ സെർവർ ഇപ്പോൾ എന്താണ് ഒരു റണ്ണിങ് ആണ്, സെർവർ ഇപ്പോൾ റണ്ണിങ് ആണ്. നിങ്ങൾക്കറിയാം നമ്മൾ ഈ ഒരു ഡാറ്റ പാസ് ചെയ്യുന്നില്ല എന്നും ഗെറ്റ് മെത്തേഡിൽ ആരും ബോഡിയിലുള്ള ഡാറ്റ പാസ് ചെയ്യത്തില്ല. ബോഡിയിലുള്ള ഡാറ്റ പാസ് ചെയ്താൽ ഗെറ്റ് മെത്തേഡിൻ്റെ അകത്ത് കിട്ടത്തുമില്ല. അപ്പോൾ എന്താണ് നമ്മൾ ആ ഒരു രീതി ചെയ്തേക്കണം. അപ്പോൾ ഇതെന്താണ് ഈ കോഡ് ഈ ഒരു മെത്തേഡ് റണ്ണാകുമ്പോൾ തന്നെ എറർ അടിക്കും. അപ്പോൾ നമ്മൾ ഈ ട്രൈ ക്യാച്ച് ഇട്ട് കഴിഞ്ഞാൽ എറർ അടിക്കുമ്പോൾ നമുക്ക് ആ താഴെ മെസ്സേജ് കാണിക്കും. പക്ഷേ സെർവർ കംപ്ലൈൻ്റ് ആവും, സെർവർ എന്താണ് ക്രാഷ് ആവത്തില്ല. പക്ഷെ നമുക്ക് എറർ റിക്വസ്റ്റ് വരണം. ഈ സെർവറിൻ്റെ അകത്ത് ഈ ഒരു പാത്ത് ക്രാഷ് ആയിട്ടുണ്ട്, എറർ അടിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ലോഗിൻ്റെ അകത്ത് എറർ ഡോട്ട് മെസ്സേജ് ഉണ്ടെങ്കിൽ മെസ്സേജ്, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കോളൻ, അതായത് എറർ ഡോട്ട് മെസ്സേജ് എന്ന് ആ ഒരു ഇതിൻ്റെ അകത്ത് ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ കാണിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ 2 ഓർ സിമ്പൽ കഴിഞ്ഞ് ആ ഇല്ലെന്നുണ്ടെങ്കിൽ എറർ എന്നുള്ള ഒരു മെസ്സേജ് പ്രിൻ്റ് ആവത്തേ ഉള്ളൂ. ഞാൻ ഇവിടെ പറയണ റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് 500, അതായത് സെർവർ ക്രാഷായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻറ്റേർണൽ സെർവർ എറർ എന്ന് പറഞ്ഞാൽ സെർവർ ക്രാഷായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഡോട്ട് JSON എറർ ഞാൻ പാസ് ചെയ്തിട്ട് എറർ ഡോട്ട് മെസ്സേജ് എറർ മെസ്സേജ് ഉണ്ടെങ്കിൽ എറർ മെസ്സേജ്, ഇല്ലെന്നുണ്ടെങ്കിൽ എറർ ഇൻറ്റേർണൽ സെർവർ എറർ എന്നതായത് ഇവിടെ നമ്മൾ ഇല്ലാത്തൊരു വാല്യൂവിനെ വിളിച്ച് കൂട്ടാൻ നമ്മൾ കൊടുത്ത് ആ നമ്പർ പോലും നമ്മൾ പാസ് ചെയ്യുന്നതിൽ അപ്പം തന്നെ സെർവർ എന്ത് ചെയ്യും, എറർ അടിക്കും. ആ എറർ നേരെ നമ്മളെ ക്യാച്ചിലോട്ട് വരും. ക്യാച്ചിൽ വന്ന് എന്ത് ചെയ്യും, എറർ ഉണ്ട്, എററിൻ്റെ കൂടെ മെസ്സേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എറർ മെസ്സേജ് കാണിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ എറർ എന്ന് ഇവിടെ കൺസോളിൽ പ്രിൻ്റ് ചെയ്യും. കൂടെ നമ്മളെ നേരെ യൂസറിന് റിക്വസ്റ്റ് അയക്കും. സെർവറിൻ്റെ അകത്ത് ക്രാഷ് നടന്നുകൊണ്ട് ഈ റിക്വസ്റ്റ് നമുക്ക് റെസ്പോൺസ് തരാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇവിടെ സ്ലാഷ് യൂസറിലോട്ട് തന്നെ വന്നു, അയച്ചു. ഓക്കെ, ഗെറ്റ് മെത്തേഡിലോട്ട് വന്നു. ഗെറ്റ് മെത്തേഡ് ഓക്കെ, നമ്മൾ തൽക്കാലത്തേക്ക് ഞാൻ ഇതൊന്ന് ഒഴിവാക്കിയാണ്. നമ്മുടെ ഇതൊരു കാര്യം നമുക്കിത് വേറെ മെത്തേഡിലൊന്ന് റൺ ചെയ്യാൻ പറ്റും. ഞാൻ എന്താണെന്നുള്ളത് ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഇന്നത്തെ വീഡിയോ കാണിക്കാം, അല്ലെങ്കിൽ അടുത്ത വീഡിയോ കാണിക്കുക. 404 എങ്ങനെ മറ്റൊരു മെത്തേഡ് റൺ ചെയ്യിക്കുക എന്നുള്ള. ഓക്കെ, റിക്വസ്റ്റ് കൊടുത്തു. ഓക്കെ, നമുക്ക് ബാക്കിലും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഡാറ്റ ഇല്ല, അത് ആ രീതി എറർ അടിച്ചു. അപ്പോൾ നമുക്കൊരു എറർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ രീതി എറർ അടിപ്പിക്കാൻ നോക്കിയിട്ട് എറർ ആവുന്നില്ല. നമുക്കൊരു എറർ ഉണ്ടാക്കാം. അതിന് എളുപ്പമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ത്രോ ന്യൂ എറർ, അതൊരു എറർ ഞാനങ്ങ് ക്രിയേറ്റ് ചെയ്യാണ്. ഡമ്മി എറർ. അപ്പോൾ എന്താണ് ഈ ത്രോ ന്യൂ എറർ എന്നാണ്. ഇതിൻ്റെ അകത്തോടെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഡാറ്റ പാസ് ചെയ്യാൻ ഈ സെർവർ എറർ അടിക്കും. എറർ അടിച്ച് നേരെ എന്ത് ചെയ്യും, നമ്മൾ ഇന്ത്യൻ സെർവറിന് ആ ഒരു മെസ്സേജ് വരും. നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് ഉപയോഗിക്കുന്ന ഒരു എറർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എറർ വന്നാൽ എറർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഞാൻ റിക്വസ്റ്റ് അയച്ചു. ഓക്കെ, 500ൻ്റെ അകത്താണ് ഡമ്മി എറർ ക്രിയേറ്റ് ചെയ്തത്. നമ്മളെ എറർ മെസ്സേജും പാസ്സായി. ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു മെസ്സേജാണ് ഇവിടെ നമുക്ക് മെസ്സേജ് ആയിട്ട് കാണിക്കുന്നത്. അപ്പം 500 എന്നാണ് ഇൻറ്റേർണൽ സെർവർ. നമ്മൾ ഈ സെർവറിൻ്റെ അകത്ത് നമ്മൾ ട്രൈൻ്റെ അകത്ത് എഴുതിയേക്കുന്ന കോഡിൽ എന്തെങ്കിലും കാരണവശാൽ എറർ അടിച്ചാൽ സെർവർ നമുക്ക് സ്റ്റോപ്പ് ആയിക്കൂടാ. അതിവിടെ സെർവർ നമുക്ക് കംപ്ലൈൻ്റ് ഇല്ല, പക്ഷേ നമുക്ക് ആ എറർ എന്താണെന്നുള്ള മെസ്സേജും വരണം. അത് എറർ അടിച്ച് ഈ റിക്വസ്റ്റ് വർക്കാവുന്നില്ല എന്നുള്ള റെസ്പോൺസ് വരണം. അപ്പോൾ അങ്ങനെ എറർ കേസ് നമ്മൾ പാസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 500 ഇൻറ്റേർണൽ സെർവർ എറർ പാസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 500 ആണ്. പിന്നെ 503 ഉപയോഗിക്കുന്നുണ്ട്, അത് സർവീസ് അൺഅവൈലബിൾ. അത് ആ കേസ് എന്താണ്, ഇതുപോലെ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മളിവിടെ കൊടുക്കും 503. അത് ഈ സെർവറൊക്കെ മെയിൻറ്റെയിൻസ് നിങ്ങൾ കണ്ടിട്ടില്ലേ, സെർവർ മെയിൻറ്റെയിൻസ് എന്നൊക്കെ പറഞ്ഞ് ചില സൈറ്റിൽ കയറുമ്പോൾ കാണിക്കുമല്ലോ നമ്മളെ സെർവർ ഇപ്പോൾ മെയിൻറ്റെയിനിങ്ങിലാണ്, അതുകൊണ്ട് തന്നെ റിക്വസ്റ്റ് ഒന്നും എടുക്കൂലാണ്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ഇതുപോലെ എഴുതിയാൽ കിട്ടാൽ മതി. പിന്നെ ഏത് റിക്വസ്റ്റ് വന്നാലും ഈ റെസ്പോൺസ് തിരിച്ചയച്ചുകൊണ്ടിരിക്കും. ഏത് റിക്വസ്റ്റ് അയച്ചാലും നേരെ ആ റിക്വസ്റ്റിന് ഈ റെസ്പോൺസ് തിരിച്ചു പോകും. നമ്മളെ സെർവർ ഇപ്പം മെയിൻറ്റെയിനിങ്ങിലാണ്, അതുകൊണ്ട് തന്നെ റിക്വസ്റ്റ് ഒന്നും ആക്സസ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടൊന്ന് പഠിച്ചത് എന്തൊക്കെയാണ്,
ഒരു ഡാറ്റ ഒരു ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്ത് തിരിച്ച് ആ ഡാറ്റ അല്ലെങ്കിൽ എന്ത് റിക്വസ്റ്റ് കൊടുത്ത ആ ഡാറ്റ തിരിച്ച് കൃത്യമായിട്ട് മെസ്സേജോട് കൂടി നമ്മൾ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്പോൺസോട് കൂടി പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 200. ഒരു പുതിയ ഡാറ്റ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് 201. ഒരു ഡാറ്റ നമുക്ക് ഒരു ഡാറ്റ റിക്വസ്റ്റ് വന്നു, നമ്മൾ തിരിച്ച് കൃത്യമായിട്ട് റെസ്പോൺസ് ഇല്ല, അതായത് റെസ്പോൺസ് മെസ്സേജ് ഒന്നും ഇല്ലാതെ ആ ഡാറ്റ നമ്മൾ കറക്റ്റ് ആക്കി എന്നുള്ള മെസ്സേജ് അയക്കുന്നത് 204. 400 എന്തെങ്കിലും ഇൻവാലിഡ് ആയിട്ടുള്ള, അപ്പോൾ ഡാറ്റ ഇല്ലാതെ എന്തൊക്കെ രീതിയിൽ നമുക്ക് ബാഡ് ആയിട്ടുള്ള റിക്വസ്റ്റ് അയച്ചാൽ അത് 400ൻ്റെ അകത്ത് വരും. ഇനി 401 എടുക്കുന്ന യൂസർ ലോഗിൻ ചെയ്ത് നമ്മൾ റിക്വസ്റ്റ് അയക്കേണ്ട സ്ഥലത്തോട്ട് റിക്വസ്റ്റ് അയച്ചാൽ നമ്മൾ പറയും നിങ്ങൾ ലോഗിൻ അല്ല എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റാറ്റസ് കോഡ് 401. 403 എന്ന് പറഞ്ഞാൽ ഒരു യൂസർ ഇപ്പോൾ ഒരു വെബ് ആപ്ലിക്കേഷൻ റോൾ ബേസ് ചെയ്താണ് വർക്ക് ആവുന്നത്. അഡ്മിന് യൂസർ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അഡ്മിൻ്റെ സ്ഥലത്ത് കയറി യൂസർ റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, യൂസറിന് ആ ആക്സസ് ഡിനൈഡ് ആണെന്നുള്ള മെസ്സേജ് കാണിക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റാറ്റസ് കോഡാണ് 403. ഇൻറ്റേർണൽ സെർവർ, ഇപ്പോൾ സെർവറിൻ്റെ അകത്ത് ഒരു റൂട്ട്, അതായത് ഇപ്പോൾ എന്താണ് ഈ /യൂസറോ അല്ലെങ്കിൽ ഒരു റൂട്ടിലോട്ട് യൂസർ ഇപ്പം ഒരു റിക്വസ്റ്റ് അയച്ച് അപ്പോൾ സെർവർ ക്രാഷായി, അപ്പോൾ അത് ക്രാഷായി എന്നുള്ള മെസ്സേജ് അയക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റാറ്റസ് കോഡാണ് 500. അപ്പോൾ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയേക്കണം, നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഞാൻ ടാർഗറ്റ് വെച്ചിട്ടുള്ളത് 50 ലൈക്കും 50 കമൻറ്റാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്കോഡ് സെർവറിൻ്റെ അകത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.